മഖാലത കാനത്ത് മൗജൂദതൻ ഖബ്ല നൂഹ്. ഈ വാദം, അതായത് വുദ്, സവാഇ, യഊഖ്, നസ്ർ തുടങ്ങിയിട്ടുള്ള ദൈവങ്ങളുടെ വിശ്വാസം എത്രയോ മുൻപുണ്ട്, നൂഹ് നബിയുടെ മുൻപുണ്ട് എന്ന് മനസ്സിലാക്കാം. വഹിയ ബാഖിയത്തുൻ ഇലൽ ആൻ, അതിന്നും അവശേഷിക്കുന്നു. ബൽ അക്സറു അഹ്ലിൽ ആലമി മുസ്തമിറൂന അലാ ഹാദിഹിൽ മഖാല. ഇതേ വാദത്തിലാണ് ലോകത്തിലെ ബഹുഭൂരിപക്ഷവും നിലകൊള്ളുന്നത്. ഇമാം റാസിയുടെ കാലത്തായി പറയുന്നത്. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുമ്പോഴും ലോകത്തെ ബഹുഭൂരിപക്ഷവും ഈ ബഹുദൈവ വിശ്വാസത്തിന്റെ മേൽ നിലകൊള്ളുന്നു. എന്തായിരിക്കും ഈ ബഹുദൈവ വിശ്വാസത്തിന്റെ കാരണം? മഹാനവറുകൾ പറയണം, والدين والمذهب الذي هذا شيء يستحيل أن يكون بحيث يعرف فساده بالضرورة. ലോകത്തെ ബഹുഭൂരിപക്ഷം വിദ്യാസമ്പന്നരും വിജ്ഞന്മാരും വിദ്വാൻമാരും ഉൾക്കൊള്ളുന്ന വലിയ സമൂഹം ഇതിന്റെ ആളുകളായിരിക്കെ തീർത്തും ബുദ്ധിയില്ലാത്ത, യുക്തിയില്ലാത്തതായിരിക്കാൻ വഴിയല്ലോ ഈ വാദം. എന്തെങ്കിലും യുക്തിയുടെ അംശം ഇതിലില്ലാതെ ഈ ബുദ്ധിജീവികളൊക്കെ ഇതിൽ കുരുങ്ങിക്കിടക്കും. ഇമാം റാസിയുടെ വിവരം, لكن العلم بأن هذا الحجر المنحوت في هذه الساعة ليس هو الذي خلقني وخلق السماوات والأرض علم ضروري. ഇവിടെ കെട്ടിയുണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദൈവങ്ങൾ, ആ ദൈവങ്ങളാണ് നമ്മെ സൃഷ്ടിച്ചത്, ആകാശത്തെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, നമ്മുടെ കാര്യങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ഒരാളും വിശ്വസിക്കൂലല്ലോ. ഒരാരാധകനും വിശ്വസിക്കൂല ബഹുദൈവാരാധന. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. എല്ലാവർക്കും സുതാര്യമായി അറിയുന്ന, ആവർക്കും വ്യക്തമായി അറിയുന്ന ഈ കാര്യം എങ്ങനെയും ഒരു ബഹുദൈവ വിശ്വാസിയെ ബഹുദൈവ വിശ്വാസത്തിൽ കുരുക്കൂലല്ലോ. فيستحيل إطلاق الجمع العظيم عليه فوجب أن يكون لعبدة الأوثان غرض آخر سوى ذلك. ഇതിനപ്പുറം എന്തോ താല്പര്യം ബഹുദൈവ വിശ്വാസികൾക്ക് ഉണ്ടാകണം. ഇല്ലാതെ ബഹുദൈവ വിശ്വാസവും ബഹുദൈവ ആരാധനയും ഇവിടെ ലോകത്ത് വരില്ല. വിവിധ ന്യായങ്ങൾ പണ്ഡിതന്മാർ ഇതിന് നിരത്തുന്നുണ്ട്. ഞാൻ വിശദമായ ചർച്ച ലഘുവാണെങ്കിലും ആ ഭാഗം മാത്രമേ വിവരിക്കുന്നുള്ളൂ. ما ذكره أبو معشر جعفر بن محمد بن منجم البلخي في بعض مصنفاته أن كثيرا من أهل الصين والهند كانوا يقولون بالله وملائكته. ഒന്നാമത്തത് അബൂ മാശർ ജഅഫർ ഇബ്നു മുഹമ്മദ് ബൽഖി എന്ന് പറയുന്ന ആൾ ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഒരു ന്യായം. അദ്ദേഹം പറയുന്നത്, ചൈനക്കാരും ഇന്ത്യക്കാരും, ലോകത്ത് ബഹുഭൂരിപക്ഷം ജനങ്ങളുള്ള രണ്ട് രാഷ്ട്രം ഇന്നും അതിനാണല്ലോ അത് ഉദ്ധരിക്കുന്ന അദ്ദേഹം. ചൈനക്കാരും ഇന്ത്യക്കാരും കാണൂ യഖൂലൂന ബില്ലാഹ്, സർവേശ്വരനെ അവർ അംഗീകരിക്കുന്നു. വമലായികതിഹി, അവന്റെ കാര്യങ്ങൾ നടത്തിപ്പോരുന്ന കാര്യസ്ഥന്മാരായ മലക്കുകളെയും അവർ വിശ്വസിക്കുന്നു. ويعتقدون أن الله جسم وذو صورة كأحسن ما يكون من الصور. നല്ല സുന്ദര രൂപമുള്ള നല്ല ഒരു സ്ഥൂല തടിയാണ് ദൈവം എന്നവർ വിശ്വസിക്കുന്നു. കാരണം നമ്മളൊക്കെ നല്ല സുന്ദര തടിയാണെങ്കിൽ നമ്മളെ പടച്ച ദൈവം എത്ര സുന്ദരനായ തടിയാകണം എന്നാണ് അവരുടെ നിരൂപണം. മലായിക, നമ്മെ നോക്കി നിയന്ത്രിക്കുന്ന മലക്കുകളാണെങ്കിൽ ആ മലക്കുകളും നല്ല സുന്ദരന്മാരാണ്. പക്ഷേ മാനത്ത് ഉപരിലോകത്ത് മറഞ്ഞുപോയി കിടക്കുന്നു അള്ളയും മലക്കുകളും. ദൈവത്തിനും മലക്കുകൾക്കും തങ്ങൾ സങ്കല്പിക്കുന്ന ഏറ്റവും സുന്ദരമായ രൂപത്തിൽ കാണാൻ മൊഞ്ചുള്ള വിഗ്രഹങ്ങളെ, ശരിയായ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ശരിയായി നിർമ്മിച്ചുണ്ടാക്കൽ നിർബന്ധമാണ്. എന്നിട്ട് ഇവർക്ക് പൂജിച്ചും ഇബാദത്ത് ചെയ്തുകൊണ്ടും വേണം ഇവർ നിലകൊള്ളാൻ. ഈ ദൈവങ്ങളെ പൂജിച്ചാൽ അള്ളാഹുവിലേക്ക് അടുപ്പം കിട്ടും എന്നുദ്ദേശിച്ചുകൊണ്ട് ശരിയായ ദൈവത്തിന്റെ കൂടെ ആകാശത്തൊളിഞ്ഞു കിടക്കുന്ന മലക്കുകളോടും അടുപ്പം കിട്ടും എന്ന് വിശ്വസിക്കാൻ. അബൂ മാശർ, ഇമാം റാസിയുടെ നിരൂപണം, അബൂ മാശർ പറഞ്ഞത് ശരിയെങ്കിൽ ഈ വിഗ്രഹാരാധനയുടെ കാര്യത്തിന്റെ പശ്ചാത്തലവും ന്യായവും അബൂ മാശർ പറഞ്ഞതാണ് സത്യമെങ്കിൽ ഇവിടെ ന്യായം എന്താകണം? ബഹുദൈവ വിശ്വാസത്തിന്റെയും ആരാധനയുടെയും ന്യായം ബഹുദൈവ വിശ്വാസികൾ വെച്ചുപുലർത്തുന്ന ദൈവങ്ങൾക്ക് സാക്ഷാൽ ദൈവത്തോട് സദൃശതയുണ്ട്, സാക്ഷാൽ ദൈവത്തിന്റെ രൂപസാദൃശ്യതയുണ്ട്. ആ രൂപസാദൃശ്യത്തിലുള്ളതുകൊണ്ട് ഇവയാണ് ഭൂമിയിലെ ദൈവങ്ങൾ എന്ന വിശ്വാസത്താലാവണം അവയെ പൂജിക്കുന്നത്. രണ്ടാമത്തത് മാദക്കറഹു അക്സറുൽ ഉലമാ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞ ന്യായം.
وهو أن الناس رأوا تغيرات أحوال هذا العالم مربوطة بتغيرات أحوال الكواكب. ഇവിടെയുള്ള നേട്ടകോട്ടങ്ങളും വിഷയങ്ങളുമെല്ലാം നക്ഷത്രങ്ങൾക്ക് അനുസാരമായിക്കൊണ്ടാണല്ലോ നടക്കുന്നത്. ഇന്ന രാശിയിലേക്ക് ഇന്ന നക്ഷത്രം വരുമ്പോഴാണ് ഇവിടെ പലതും ഉണ്ടാകുന്നത്. ഇപ്പം തന്നെ കർക്കിടകം കഴിഞ്ഞ് ചിങ്ങത്തിലെത്തുമ്പോൾ പല കാര്യങ്ങൾ, കർക്കിടകത്തിലെത്തുമ്പോൾ ചില കാര്യങ്ങൾ, ഋതുഭേദങ്ങൾ, ഇത്തരം ഭേദങ്ങളൊക്കെ ഉണ്ടായിത്തീരുന്നത് നക്ഷത്രത്തിന്റെ ഭേദങ്ങൾക്കനുസരിച്ചാണല്ലോ. فإن بحسب قرب الشمس وبعدها عن سمت الرأس تحدث الفصول المختلفة والأحوال المتباينة. വിഭിന്നമായ ഋതുഭേദങ്ങൾ ഉണ്ടായിത്തീരുന്നത് സൂര്യനോടുള്ള അടുപ്പവും സൂര്യന്റെ അകൽച്ചയും പരിഗണിച്ചാണല്ലോ. അപ്പൊ മാനത്തെ നക്ഷത്രങ്ങൾ സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങൾക്കനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവ വരുന്ന രാശി ബന്ധപ്പെട്ടുകൊണ്ടാണ്, നക്ഷത്രങ്ങൾ വരുന്ന രാശി ബന്ധപ്പെട്ടുകൊണ്ടാണ് നക്ഷത്രങ്ങൾ ഇവിടെ ഉണ്ടാക്കി തീർക്കുന്ന ഭാഗ്യവും ദുര്യോഗവും യോഗവും എല്ലാം ഉണ്ടാക്കുന്നത്. നക്ഷത്രങ്ങളിലുള്ള ഇന്നത്തെ നക്ഷത്ര പൂജകരുടെ വിശ്വാസം ആലോചിക്കണം. ബഹുദൈവ വിശ്വാസികളുടെ ഇന്നത്തെ നക്ഷത്രത്തെ സംബന്ധിച്ച വിശ്വാസം നമ്മൾ ഒന്ന് നിരൂപിക്കണം. അതാണ് ഇമാം റാസി വിവരിക്കുന്നത്. ഈ നക്ഷത്രങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് ഇവിടെ സൗഭാഗ്യത്തിന്റെ നേരം, ദുര്യോഗത്തിന്റെ നേരം, അതായത് ശകുനത്തിന്റെ നേരം, ദുശകുനത്തിന്റെ നേരം, ഇതൊക്കെ അവർ നോക്കും. അങ്ങനെ നോക്കിയിട്ട് ഇതൊക്കെ നക്ഷത്രങ്ങളെ കൊണ്ടാണ് ഉണ്ടാകുന്നത് കണ്ടപ്പോൾ ഈ നക്ഷത്രങ്ങളോട് എന്തെന്നില്ലാത്ത ആരാധനാ മനോഭാവമായവർക്ക് من اعتقد انها اشياء واجبة الوجود لذواتها. ദൈവത്തെ പോലെ ഈശ്വരനെ പോലെ സ്വയം പര്യാപ്തമായ ശരിയായ ദൈവങ്ങളാണ് ഈ നക്ഷത്രങ്ങൾ എന്ന് വിശ്വസിക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. ഈ ലോകങ്ങളെയൊക്കെ പടച്ചത് ഈ ദൈവങ്ങളാണ് എന്നവർ വിശ്വസിക്കുന്നു. വലിയ ദൈവത്തിന്റെ സൃഷ്ടികളാണിവ. അധോലോകത്തിന്റെ സൃഷ്ടാക്കൾ ഈ വിഗ്രഹം, ഈ ദൈവങ്ങൾ തന്നെ, ഈ നക്ഷത്രങ്ങൾ തന്നെ എന്നവർ വിശ്വസിക്കുന്നു. ഓർക്കണം നിങ്ങൾ, സൃഷ്ടാക്കളാണ് നക്ഷത്രങ്ങളെന്നോ ബഹുദൈവങ്ങളെന്നോ ഒരൊറ്റ ബഹുദൈവ വിശ്വാസിക്കും വിശ്വാസമില്ല എന്ന് എല്ലാവർക്കും സുതാര്യമായ ഒരു വിവരം പോലെ ഇന്ന് കൊട്ടിഘോഷിക്കപ്പെടുകയാണ്. അങ്ങനെയല്ല. വിഗ്രഹ പൂജക ഉണ്ടായതിന്റെ പശ്ചാത്തലം നോക്കി വിവരിക്കുമ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ശിർക്ക് പഠിച്ചാൽ, ശിർക്ക് വന്ന വഴി മനസ്സിലാക്കിയാൽ, ഇമാം റാസിയുടെ വിശുദ്ധ ഖുർആനിലെ ശിർക്കിനെ പ്രതിപാദിക്കുന്ന ഒന്നാമത്തെ ആയത്ത് കൊണ്ട് തന്നെ, ഒന്നാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം കൊണ്ട് തന്നെ ഇവിടുത്തെ ശിർക്കാരോപകരുടെ ശിർക്കിനെ സംബന്ധിച്ച സങ്കല്പവും അജ്ഞതയും ഇവിടെ പൊളിയുകയും വെളിപ്പെടുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. എവിടെയും സൃഷ്ടാവിന്റെയും ഉടമക്കാരന്റെയും നിലപാട് വിഗ്രഹങ്ങൾക്കും ദൈവങ്ങൾക്കും നൽകാതെ ഒരു ശിർക്ക് ഈ ലോകത്ത് ഒരു സമൂഹത്തിലും ഉണ്ടായിട്ടില്ല. ഇത് നിങ്ങൾ നോക്കണം. ബഹുഭൂരിപക്ഷവും നക്ഷത്രങ്ങൾക്കനുസരിച്ചാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് കണ്ടപ്പോ, യോഗ ദുര്യോഗത്തിന്റെ എല്ലാം നിദാനം നക്ഷത്രങ്ങളാണെന്ന് മനസ്സിലാക്കിയപ്പോ, ആരാധനാ മനോഭാവത്തോടുകൂടി നക്ഷത്രങ്ങളെ സമീപിച്ച ബഹുദൈവ വിശ്വാസികൾ ഈ ലോകത്തിന്റെ സൃഷ്ടാക്കളായി ആ നക്ഷത്രങ്ങളെ കണ്ടു. എന്നാൽ അവരിൽ ചിലർ ഈ നക്ഷത്രങ്ങളുടെയും വലിയ സൃഷ്ടാവായി പടച്ചവരെയും കാണുന്നു. അപ്പൊ വലിയ സൃഷ്ടാവിന്റെ കീഴിലുള്ള സൃഷ്ടി വേറെ കുറെ സാധനങ്ങളെ സൃഷ്ടിക്കുന്നു. മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കുറെ സൃഷ്ടികളെ സംബന്ധിച്ചും സൃഷ്ടികർമ്മത്തെ സംബന്ധിച്ചും നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിലും നമ്മുടെ കുട്ടികൾ നമ്മൾ അറിയാതെ പഠിച്ചു വരുന്നുണ്ട്. സ്കൂളിലൊക്കെ ചില ശാസ്ത്രതത്വങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ ഇസ്ലാമിന്റെ തൗഹീദിനും ഈമാനിനും വിരുദ്ധമാണ്. വലിയ പടച്ചവനായ അള്ളാഹു, മാനത്തൊളിഞ്ഞിരിക്കുന്ന അള്ളാഹു ഈ നക്ഷത്രങ്ങളെ പഠിച്ചു. നക്ഷത്രങ്ങൾ ഈ ലോകത്തെ പഠിച്ചു. നക്ഷത്രങ്ങൾ മാത്രമാണ് സൃഷ്ടികർമ്മം നടത്തുന്നത് എന്ന് കണ്ടവർ വലിയ ദൈവം തന്നെ നക്ഷത്രങ്ങളാണ് എന്ന് കണ്ടു. രണ്ടാമത്തെ കക്ഷി, അതായത് വലിയ സൃഷ്ടാവായി ദൈവത്തെ കാണുകയും ഈശ്വരനെ കാണുകയും ശേഷമുള്ള ദൈവങ്ങളെ ഇവിടെയുള്ള ലോകത്തിന്റെ സൃഷ്ടാക്കളായി കാണുകയും ചെയ്യുന്നവർ പരമദൈവത്തിന്റെയും തങ്ങൾക്കും ഇടയിലുള്ള മാധ്യമ ദൈവങ്ങളായി, ഇടയിൽ നമ്മുടെ കാര്യം നോക്കാനും സൃഷ്ടിക്കാനും വെച്ച ദൈവങ്ങളായി ഇവയെ കാണുന്നു.